18ാമത്തെ സെഷൻ ചേർക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: മഞ്ജു ഈസ് ബേക്കിംഗ് എ കേക്ക് ടുഡേ. ഷീ ബേക്സ് എ കേക്ക് എവറി 5th day. Today is a Thursday. How many days will it be before she next bakes a cake on a Thursday? ക്ലിയർ ആണ്. എല്ലാ 5 ദിവസം കൂടുമ്പോഴും മഞ്ജു കേക്ക് ഉണ്ടാക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇനി എത്ര ദിവസം കഴിയുമ്പോഴാണ് വ്യാഴാഴ്ച കേക്ക് ഉണ്ടാക്കുന്നത്? കേക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാം. 5, 10, 15, 20 ഇങ്ങനെ എഴുതാം. വ്യാഴാഴ്ചകളാണെങ്കിൽ 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 28 ദിവസം ഇങ്ങനെയാണ് പോകുന്നത് വ്യാഴാഴ്ചകൾ വരുന്നത്. പിന്നെയാണെങ്കിൽ ഒരു കോമൺ ടൈം ഇവിടെ ഉണ്ടാവും 35. അപ്പോൾ ആഫ്റ്റർ 35 days the Manju makes the cake on a Thursday. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ഒരു പോളിഗണെ, റെഗുലർ പോളിഗണാണ്, വെറും പോളിഗണല്ല, ഒരു റെഗുലർ പോളിഗണിനെ ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. കുറച്ച് ഭാഗം പുറത്തുണ്ട്. ആ പുറത്ത് കാണുന്ന 2 ആംഗിളുകൾ അത് റെഗുലർ പോളിഗണിൻ്റെ ആംഗിളുകളൊന്നുമല്ല, അത് ആ പേപ്പറുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണത്. സൈഡ് അത് എക്സും വൈയുമാണ്. ഗിവൺ ദാറ്റ് x + y = 90. നമ്മുടെ ചോദ്യം അങ്ങോട്ട് രണ്ട് ആംഗിൾസാണ് അത് എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. പുറത്ത് കാണുന്ന 2 റെഗുലർ പോളിഗണിൻ്റെ 2 ആംഗിളും അത് എക്സും വൈയും, വേറെ 2 ആംഗിളുകൾ പുറത്ത് കാണുന്നുണ്ട്. എക്സും വൈയും അതല്ല, x + y = 90. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ റെഗുലർ പോളിഗണ് എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് വിസിബിൾ അല്ല ഇവിടെ. ഈ റെഗുലർ പോളിഗണ് എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പുറത്ത് കാണുന്ന ആ ഭാഗം അതൊരു ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ x + y പ്ലസ് ഇവിടെ 2 ആംഗിൾസ് ഉണ്ടല്ലോ റെഗുലർ പോളിഗണ്. അപ്പോൾ 2 times an angle അതാണ് 360 ഡിഗ്രി. ഓക്കെ, ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിളുകളും കൂട്ടിയ അപ്പോൾ 90 + 2 an angle, അത് നമുക്ക് ജസ്റ്റ് എ എന്ന് എന്തെങ്കിലും എടുക്കാം, = 360. അങ്ങനെയാണെങ്കിൽ 2a = 270, a = 135 ആണ്. ഒരു ആംഗിള് 135 ആണെങ്കിൽ, ഇത് ഇവിടുത്തെ ഈ ആംഗിള് ഇത് 135 ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾ = 180 - 135, ദാറ്റ് ഈസ് 45 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് നമുക്കറിയാമല്ലോ. ഔട്ടർ ആംഗിൾ സം ഈസ് 360 ഡിഗ്രി. Therefore, one of the outer angle is equal to 360 by 45. That's equal to 360 by 45. നമുക്ക് 8, അതാണ് ഈ കറക്റ്റ് ഓപ്ഷനായിട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് x + y 1 ആണ്, x³ + y³ 4 ആണ്. നമുക്ക് x² + y² ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, x² + y² എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ x + y² - 2xy ആണല്ലോ. x² + y² = ഇങ്ങനൊരു റിലേഷൻ നമുക്കറിയാം. ഓക്കെ, ഈ x² + y² ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ മറ്റൊരു റിലേഷൻ നമുക്കറിയാവുന്നത് x³ + y³ ഫാക്ടറൈസേഷൻ. ഓക്കെ, x³ + y³ ഫാക്ടറൈസേഷൻ. x³ + y³ എന്ന് പറഞ്ഞാൽ x + y ഇൻറ്റു x² + y². കണ്ടോ? x + y ഇൻറ്റു x² മൈനസ് xy + y². ഇങ്ങനെയാണ് x³ + y³
ഫാക്ടറൈസേഷൻ. ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാതെ, എക്സ് ക്യൂബ്ഡ് പ്ലസ് വൈ ക്യൂബ്ഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയേർഡ്. ഇത് ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്ഡ് 4 ആണെന്നറിയാം. 4 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയേർഡ് മൈനസ് എക്സ് വൈ എന്നായി. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയേർഡ് മൈനസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിക്കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം. ഇനി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് 2xy ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് 4 പ്ലസ് എക്സ് വൈ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് 4 പ്ലസ് എക്സ് വൈ എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു പ്ലസ് 2xy. അതായത് എക്സ് പ്ലസ് വൈ നമുക്ക് 1 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു, ഒന്ന് മായ്ച്ചിട്ട് എഴുതിയാണ്, 1 ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതട്ടെ. ഓക്കെ, അപ്പോൾ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ ഇവിടെ നമുക്ക് കിട്ടിയേക്കണ. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കാം അല്ലേ. 4 പ്ലസ് 3xy. അതിൻ്റെ അർത്ഥം 1 മൈനസ് 4 ഇസ് ഈക്വൽ ടു 3xy. ദാറ്റ് ഈസ് xy ഇസ് ഈക്വൽ ടു -1. xy ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് നേരത്തെ നമ്മൾ എഴുതി തുടങ്ങിയതാണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് മൈനസ് എക്സ് വൈ. ഇപ്പോൾ എക്സ് വൈ ഇസ് -1. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിന് ഇവിടെ ഒരു 4 കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഇവിടെ കൊടുക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് നമുക്ക് വേണ്ടതാണ്. എക്സ് വൈക്ക് മൈനസ് എക്സ് വൈ ഇസ് -1. ഈ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതൊന്ന് നോക്കുക. അടുത്ത ചോദ്യം, ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അതെത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ എക്സ് ക്യൂബ്ഡ് മൈനസ് 2xy പ്ലസ് 1 എന്ന് പറയുന്നതിനെ അപ്പം ഈ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഈ ആദ്യം തന്നിരിക്കുമെന്ന് നമുക്ക് വേണ്ടത് എക്സ് ക്യൂബ്ഡ് മൈനസ് 2x പ്ലസ് 1 ആണ്. എക്സ് ക്യൂബ്ഡ് മൈനസ് 2x പ്ലസ് 1. അപ്പോൾ ഈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയേർഡ് ഇൻറ്റു എക്സ് മൈനസ് 2x പ്ലസ് 1 ആണ്. എക്സ് സ്ക്വയറിന് പകരം എക്സ് പ്ലസ് 1 പുറത്ത് എക്സ് മൈനസ് 2x പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2x പ്ലസ് 1 ആണ്. ഓക്കെ, അതെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയേർഡ് മൈനസ് എക്സ്
+1 എന്നുള്ളത് -1 + 2 എന്ന് എഴുതിയിട്ട് ഇതിന് പകരമായി നമുക്ക് 0 എന്ന് എഴുതിയാൽ ഇപ്പോൾ 0 + 2 ആൻസർ 2 ആണ്. ഇതാണ് ആൻസർ. അത് ഓൾജിബ്ര ആണ്. നമുക്ക് ഒരു ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഉപയോഗിക്കുന്ന ചില ട്രിക്കുകൾ അതിനകത്ത് ആവശ്യമാണ്, ചില സൂത്രങ്ങൾ അത്യാവശ്യമാണ് അത് ചെയ്യാനായിട്ട്. അടുത്തത്, ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ 2 ട്രയാങ്കിളുകൾ വരച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നതിൽ ഒരു ചെറിയ ഭാഗം ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. ബാക്കി ഈ ഭാഗത്തിൻ്റെ ഏരിയ 12, ഇവിടുത്തെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 6, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 10. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 2 ട്രയാങ്കിളുകളുടെ ഇവിടെ ഇതിനുള്ളിൽ വരച്ചിരിക്കുന്ന 2 ട്രയാങ്കിളുകളുടെയും ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഇവിടുത്തെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ പകുതിയാണെന്ന് നമുക്കറിയാം. അതായത് അത് പ്രശ്നമില്ല, ആ 2 ട്രയാങ്കിളുകളുടെയും ഏരിയ ഈക്വലാണ്. എന്നാൽ ഇവിടെ ഒരു കോമൺ ഏരിയ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ആവശ്യമില്ല, വെറുതെ മനക്കണക്കായിട്ട് പറയാൻ പറ്റും. 12 പ്ലസ് കോമൺ ഏരിയ പ്ലസ് 6 എന്ന് പറയുന്നത് തന്നെയാണ് 10 പ്ലസ് കോമൺ ഏരിയ പ്ലസ് ഷെയ്ഡഡ് ഏരിയ, ഇറ്റ് ഈസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ 18, ഇത് കോമൺ ഏരിയ ഒക്കെ പോയി കഴിഞ്ഞാൽ 18 is equal to 10 plus x, x is equal to 8 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ട്രയാങ്കിൾ പാരലോഗ്രാമിൻ്റെ ഏരിയയുടെ പകുതിയാണ് എന്ന് അറിയുമ്പോൾ ആ കോമൺ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 12ഉം 6ഉം കൂടി കൂട്ടിയാൽ 18ആണ്. ഇവിടെ 10 ഉണ്ട് അപ്പുറത്ത്, അപ്പോൾ അവിടെ 8 ആകണം എന്നുള്ള ഒരു വിഷനിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത്, x is equal to 5 plus 2 root 6. Root of x plus 1 by 2 root of x. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എക്സ് ഈ തന്നിരിക്കുന്നതാണ്. x is equal to 5 plus 2 root 6. Therefore, what is 1 by x? 1 by x is എത്രയായിരിക്കും 1 by x? 1 by 5 plus 2 root 6 എന്ന് പറയാം. ഇതിനെ മുകളിലും താഴെയും 5 മൈനസ് 2 root 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ കാണാവുന്നേ ഉള്ളൂ. 5 മൈനസ് 2 root 6, this is what? 5 square minus 24. അപ്പോൾ താഴെ 1 വരും. 5 മൈനസ് 2 root of 6 ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് ഇതിൻ്റെ ഈ എക്സ് ഇതായതുകൊണ്ട് 1 by x ഈസ് 5 മൈനസ് 2 root 6 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അപ്പോൾ എക്സും 1 by x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് പെട്ടെന്ന് എത്താം. ഇപ്പോൾ എക്സ് 5 plus 2 root of x ആണെങ്കിൽ 1 by x ഈസ് 5 മൈനസ് 2 root of x. നമുക്ക് വേണ്ടത് ഇതാണല്ലോ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 by 2 root of x ആണ് വേണ്ടത്. അതിൻ്റെ സ്ക്വയർ എടുത്താൽ എക്സ് പ്ലസ് 1 by x പ്ലസ് 2 എന്നല്ലേ വരുള്ളൂ. 2xy കൊടുക്കാൻ വരുന്നത്. എക്സ് പ്ലസ് 1 by x, എക്സ് എന്ന് പറഞ്ഞാൽ 5 plus 2 root of x, 1 by x എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2 root of x പ്ലസ് 2 എന്ന് വെച്ചാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ 12 എന്ന് കിട്ടും. അത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 by root of x ഹോൾ സ്ക്വയർഡ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 by root of x ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12, ദാറ്റ് ഈസ് 2 root 3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റിംഗ് പ്രൂഫ്സ് ഇൻ ജോമെട്രി ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 4 ഓപ്ഷനുകളിൽ 3 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറിന് മനസ്സിലാകും. അതിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 8ാമത്തെ ചോദ്യം. എ സെക്ടറൽ ഷീറ്റ് ഓഫ് സെൻട്രൽ ആംഗിൾ ഈസ് റോൾഡ് ഇൻ ടു എ കോൺ ഓഫ് റേഡിയസ് 2/5 പാർട്ട് ഓഫ് ഹിസ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റിൻ്റെ 5/2 ഭാഗമാണ് അല്ലേ
കോൺ ഓഫ് റേഡിയസ് ഈ കോണിൻ്റെ റേഡിയസ്. സ്ലാൻഡ് ഹൈറ്റിൻ്റെ 2/5 കോണിൻ്റെ ബേസ് റേഡിയസ്. ഒരു ബേസ് കോൺ സെക്ടർ മടക്കി കോൺ ഉണ്ടാക്കുന്നു. സെക്ടർ ഈസ് റോൾഡ് ഇൻ ടു എ കോൺ. വി ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ ദ റേഡിയസ് ഓഫ് ദ കോൺ ആൻഡ് ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് സെൻട്രൽ ആംഗിളിനെ നിന്നാണ് ഈ മെഷറുകളൊക്കെ വരുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിള് 360ൻ്റെ എത്ര ഭാഗമാണോ സ്ലാൻഡ് ഹൈറ്റിൻ്റെ അത്രയും ഭാഗമായിരിക്കും ബേസ് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ 360ൻ്റെ 2/5 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 144 ഡിഗ്രി ഉണ്ടല്ലോ, അതാണ് ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം വളരെ സിമ്പിളായൊരു ചോദ്യമാണ്, പക്ഷെ അല്പം ഒരു ലോജിക്ക് ഉണ്ട്. 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, 100 പ്രൈമൊന്നുമല്ല നമുക്കറിയാം, 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും എത്ര എണ്ണമുണ്ട്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 100ൽ താഴെ. അതൊരു ഇൻഫർമേഷനായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ ഈ ചോദ്യം ചെയ്യാൻ അതൊന്നും വേണ്ട. 100ൽ താഴെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നൊന്നും അറിവുണ്ടാവുക. ഓക്കെ, 25ൽ താഴെ 9 ഉണ്ട്. ഇവിടെ 100ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വൺസ് പ്ലേസ് എത്രയാണ്? വൺസ് പ്ലേസ് 0 ആയിരിക്കും, സംശയമൊന്നും വേണ്ട. കാരണം 2 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്. അത് രണ്ടും 100ൽ താഴെയാണല്ലോ. അപ്പോൾ എത്ര വലിയ നമ്പർ ആയാലും അതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ 2 × 5 എവിടെയെങ്കിലും വെച്ച് വരുമല്ലോ. 2 × 5 is 10. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൺസ് പ്ലേസ് 0 ആകാതെ നിവൃത്തിയില്ല. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഇത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ള ഒരു ചോദ്യമല്ല ഇത്. 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ പ്ലസ് 98 സ്ക്വയർ മൈനസ് 97 സ്ക്വയർ, ഇങ്ങനെ അറ്റം വരെ വരുന്നു. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, ഇത് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതെത്രയായിരിക്കും? ഇത് 100 + 199 ആയിരിക്കും. ഓക്കെ, ഇതെത്രയായിരിക്കും? 98ഉം 97ഉം കൂടി കൂട്ടിയതാണ്. 98ഉം 97ഉം കൂടി കൂട്ടിയതാണ്. അപ്പോൾ എത്രയായിരിക്കും? 195 ആയിരിക്കും. ഇതിങ്ങനെ പോന്നാൽ കുറേ അറ്റത്ത് വരുമ്പോഴേക്കും നമുക്കിവിടെ 3 എന്ന് കിട്ടും. 199, 195, അങ്ങനെ കുറഞ്ഞ് അവസാനം 3ൽ വരും. ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? -4 വീതമാണ് കുറയുന്നത് അല്ലേ, -4. ഇത് കൂട്ടിയെടുക്കാം. ഇതിനകത്തുള്ള ഓപ്ഷനിൽ ഏതാണെന്ന് ഒന്ന് സ്വയം കണ്ടെത്തുക. അത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അത് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അവിടെ മാർക്ക് ചെയ്തതിന് കാരണം അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ആ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം കണ്ടെത്തിയാൽ മതി. അതിനകത്ത് ഓപ്ഷൻ കറക്റ്റ് ആയതുണ്ടാകും. ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ.